നടുവേദന മാറാനായിട്ട് ബെൽറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ടു സം എക്സ്റ്റെൻറ്റ് അത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഈ നടുവേദനയുടെ വൺ ഓഫ് മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് പ്രോബ്ലംസ് ആണ്. ഡിസ്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ബാഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കുനിഞ്ഞ് നമ്മൾ മുട്ട് മടക്കാതെ നേരെ വളയും ആൾക്കാർ. ലേഡീസൊക്കെ കൂടുതലും അങ്ങനെ ഫ്രിഡ്ജിൻ്റെയൊക്കെ താഴെ ഇരിക്കുന്നതൊക്കെ നേരെ വളഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഡിസ്കിൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിയാൻ തുടങ്ങും. അപ്പോൾ അത് കൂടുതൽ ബൾജ് ചെയ്യാൻ തുടങ്ങും അത് വീക്കാണെങ്കിൽ. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഈ ബെൽറ്റ് കുറച്ച് നാളത്തേക്ക് ടെമ്പററി യൂസിനെ നമ്മൾ പെർമിറ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഡിസ്ക് ഈ ബെൽറ്റ് ഇട്ടത് കൊണ്ട് അസുഖം മാറിപ്പോകത്തൊന്നുമില്ല. ഇറ്റ് വിൽ പ്രിവെൻറ്റ് ഫർദർ മൂവ്മെൻറ്റ്, ബാഡ് മൂവ്മെൻറ്റ്സ് ഇൻ ടു ദാറ്റ്. ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്ക്, ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മുട്ട് പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണോ? മുട്ട് പ്രശ്നം മാത്രമല്ല, ഇപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ എല്ലാ ജോയിൻറ്റുകളും, ഇപ്പോൾ ഈ ലോഡ് ബെയറിങ് ജോയിൻറ്റ്സ് എല്ലാം പ്രോബ്ലമാറ്റിക് ആയിരിക്കും യൂഷ്വലി. അപ്പോൾ ഇതിൽ ഇപ്പോൾ മുട്ടുവേദനയുള്ള ആൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ചെയ്യാം. അപ്പോൾ മുട്ടിനെ ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യരുത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രെഡ്മില്ല് ഓടുന്നത് മുട്ടിന് ഡയറക്റ്റ് ലോഡ് വരുന്ന ടൈപ്പ്, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിക് സൈക്ലിംഗ് ചെയ്യാം. അപ്പോൾ അതിൽ ആക്ച്വലി നമ്മുടെ ബോഡി വെയ്റ്റ് മുട്ടിലേക്ക് വരുന്നില്ല. അതുപോലെ ഈ ഇപ്പോൾ വെയ്റ്റ് ട്രെയിനിങ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ സ്ക്വാട്സ് ചെയ്യുന്നവരുണ്ട്, ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ വളരെ പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഇതുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇരുന്നു കൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇപ്പോൾ അപ്പർ ബോഡി വർക്കൗട്ട്, ഈവൻ ഇപ്പോൾ കാലിൻ്റെ എക്സസൈസുകളാണെങ്കിൽ തന്നെ ഈ ലെഗ് എക്സ്റ്റൻഷൻ, കാഫ് മസിൽ, ഇതെല്ലാം ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ്. അപ്പോൾ അതാണ് പ്രിഫറബിളി ബെറ്റർ ഈ മുട്ടുവേദനയുള്ള ആൾക്കാർക്ക്. ന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഡയറ്റിൽ അത് ലേഡീസിന് എസ്പെഷ്യലി ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. തീർച്ചയായും. അപ്പം എനിക്ക് ഒരുപാട് പേഷ്യൻസ് അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, മധുരം കഴിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. ഒരുപാട് ഷുഗേഴ്സ് കഴിക്കുന്നവർക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ, ഈ ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതലായിട്ട്, ബോൺ പെയിനൊക്കെ കൂടുതലായിട്ട്, ഓസ്റ്റിയോപോറോസ് വരുന്നതായിട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്നു. അതിന് റീസൺ ഉണ്ട്. കാരണം ഈ കാർബോഹൈഡ്രേറ്റ് നമുക്കത് ബോഡി ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യത്തില്ല. ഒരുവിധ ഈ കൊളാജൻ സിന്തസിനൊന്നും ഈ കാർബോഹൈഡ്രേറ്റിനകത്ത് വലിയ റോളില്ല. ബേസിക്കലി നമുക്ക് വേണ്ടത് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീനാണ്. ഇപ്പം പല ലേഡീസും മുട്ട കഴിക്കത്തില്ല, മീൻ കഴിക്കത്തില്ല, അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നമുക്കൊരു നല്ല എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സൊക്കെ ഉള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ മുട്ട കഴിക്കുക, അങ്ങനെയുള്ള ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിക്കണം. അപ്പോൾ ഈ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ കൊളാജൻ സിന്തസിസിന്, ഈ പ്രോട്ടീൻ സിന്തസിന് വൈറ്റമിൻ സി വേണം. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാനും ഒരുപാട് പേർക്ക് മടിയുണ്ട്. അപ്പോൾ ഈ പുളി കഴിച്ചു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ ഉള്ളത് എങ്ങനെയോ ധരിച്ചിട്ടുണ്ട്. പുളി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുളിയുള്ളത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരാണ്. അതിനകത്തൊന്നും എനിക്ക് അത്ര വലിയ ലോജിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ വൈറ്റമിൻ സി ഉള്ള സിട്രസ് ഫ്രൂട്ട്സിനകത്തൊക്കെ ചെറിയ പുളി ഉണ്ടാവും. പക്ഷെ അങ്ങനെ കഴിക്കുന്നവരിൽ ഈ നമ്മുടെ കൊളാജൻ സിന്തസിസ് നല്ലതായിരിക്കും, നല്ല ബോണായിരിക്കും, നല്ല സ്കിന്നായിരിക്കും. അപ്പോൾ അതിനകത്തും ശ്രദ്ധിക്കാനുണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുക, ഒരുപാട് മധുരമുള്ളത് വേണ്ട, അല്ലാത്ത ഷുഗേഴ്സ് കഴിവതും ഒഴിവാക്കുക, കുറയ്ക്കുക. അതിനൊരു റിക്വയർമെൻറ്റ് ഇല്ല ആക്ച്വലി. നമ്മൾ റിഫൈൻ ഷുഗർ കഴിക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ബോഡിക്കില്ല. കൊതിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ. ഷുഗർ കഴിക്കരുത്. അത് റിഫൈൻ ഷുഗർ ആവശ്യമില്ല. ഞാൻ ആലോചിക്കുന്നത് എന്തിനാ ഈ റേഷൻ കടയിൽ ഷുഗർ കൊടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോക്ടറെ, നല്ല ഓറഞ്ച് കളറിലുള്ള ലഡു, മഞ്ഞ കളറിലുള്ള ജിലേബി, പാൽ പായസം, ഇതൊക്കെ കഴിക്കാണ്ട് എന്താണ് ജീവിതത്തിന് ഒരു ഓറഞ്ച് കഴിച്ചോ? ഓറഞ്ച് കളറിന് നല്ല ഇഷ്ടമുള്ള ഓറഞ്ച് കളറിലെ ലഡു ആകുമ്പോഴല്ലേ അതിന് രുചിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡോക്ടർ അതെൻ്റെ എല്ലിന് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ, ഇനി ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഒരുപാട് ആളുകളും നടുവേദന ഇരുന്ന് പറയാറുണ്ട്. അങ്ങനെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നടുവേദന വരാതിരിക്കാനുള്ള വഴി എന്താണ്? പോസ്റ്റർ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആവും വലിയ ഡ്രൈവ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സീറ്റിലോട്ട് ഈ ബാക്ക് ചേർത്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ കൈ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ഇവിടെ വരണം. അതാണ് സിമ്പിൾ നമ്മളായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൊസിഷൻ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്രൈറ്റ് ആയിട്ടായിരിക്കും മുകളിലിരിക്കുന്നത്, ബാക്ക് സപ്പോർട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് ബാക്ക് ഏക്ക് യൂഷ്വലി അങ്ങനെ വരത്തില്ല. പിന്നെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡിയുടെ ഈ ഡിസ്ക് എന്ന് പറയുന്ന സാധനം
ചെറിയ മൂവ്മെൻ്റ് ഉണ്ടെങ്കിലേ അതിനകത്ത് ന്യൂട്രീഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ കുറേ നേരം ഒരു ബാഡ് പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷൻ ശരിക്കും കിട്ടത്തില്ല. അതിനകത്ത് രക്തക്കുഴലില്ല, അത് ഡിഫ്യൂഷൻ വഴിയാണ് കയറുന്നത്, സ്പോഞ്ച് പോലെ. അപ്പോൾ കുറച്ച് മൂവ്മെൻറ്റ് വേണം അതിൻ്റെ ഹൈഡ്രേഷനൊക്കെ നടക്കണമെങ്കിൽ, ന്യൂട്രീഷൻ നടക്കണമെങ്കിലൊക്കെ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് സ്ട്രെച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഇടയ്ക്ക് റിലാക്സ് ചെയ്ത് ഇറങ്ങി പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം, വെള്ളമൊക്കെ കുടിക്കണം, റിലാക്സ് ചെയ്യണം, സ്ട്രെച്ച് ഔട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല. വേറെ ഒന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റിൽ ചിലപ്പോൾ വലിയൊരു തിക്ക് പേഴ്സ് കാണും, അപ്പോൾ ഇരിക്കുന്നത് മുഴുവൻ ഇച്ചിരി ചരിഞ്ഞായിരിക്കും. അപ്പോൾ ഇത് ഇറ്റ് ഹസ് ബീൻ നോട്ട് ചെയ്ത് കേട്ടോ, അങ്ങനെ ആൾക്കാരോട് അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അതും വൺ ഓഫ് ദ റീസൺസാണ്. സീറ്റിൻ്റെ അലൈൻമെൻറ്റ്, സീറ്റിൻ്റെ പൊസിഷൻ, നമ്മുടെ സീറ്റിങ്, നമ്മൾ എത്രമാത്രം റിലാക്സ് ആവുന്നു എന്നൊക്കെ അനുസരിച്ച് ആ ബാക്ക് ഏക്കിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമുക്ക് കുറച്ചുകൂടി റിസ്ക് കൂടുതലായിരിക്കും അവർക്ക് ബാക്ക് ഏക്കൊക്കെ വരാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. വി എൻജോയ്ഡ് ഇറ്റ്. ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് തന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.